Hey guys, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഡാർക്ക് ലിപ്സിനുള്ള ഒരു സൊല്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ ഡാർക്ക് ലിപ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പൊല്യൂഷൻ അടിച്ചിട്ടൊക്കെ നമ്മുടെ ലിപ്സ് ഡാർക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആണെന്ന് പറയുന്നത്. പൊതുവെ ഈ ഒരു പ്രോബ്ലം ഗേൾസിനാണല്ലേ കൂടുതൽ വരുന്നത്. ഈ ഡാർക്ക് ലിപ്സ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഉപയോഗിക്കാതെ ഇപ്പോൾ പുറത്തിറങ്ങാത്ത ആരുമില്ല. ഇപ്പം ഇൻക്ലൂഡിങ് ഞാനാണെങ്കിൽ പോലും ലിപ്സ്റ്റിക് ഉപയോഗിക്കാതെ ഞാൻ പുറത്തിറങ്ങാറില്ല. അപ്പോൾ തന്നെ ഈ ഡാർക്ക് ലിപ്സ് എന്ന് പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഷുഗർ എടുത്തിട്ടുണ്ട്, പിന്നെ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ 2-3 ഡ്രോപ്സ് ലൈമും കൂടെ നമുക്ക് സ്ക്വീസ് ചെയ്തിട്ട് ഒഴിക്കാം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള സ്ക്രബ് നിങ്ങളുടെ ലിപ്പിലെ ഡാർക്ക്നെസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ലിപ്പ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വയ്ക്കാനും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. വീക്ക്ലി 1 or 2 ടൈംസ് ഒക്കെ ഈ സ്ക്രബ് ഒന്ന് ലിപ്പിലോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ലിപ്പ് ഒന്ന് ലൈറ്റൻ ആവാനും അതുപോലെ തന്നെ ഒരു പിങ്കി ലിപ്പ് കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതൊരു പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കരുത് കേട്ടോ. കണ്ടിന്യൂസ്ലി നിങ്ങളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ലിപ്പിലൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സ്ക്രബ് ലിപ്പിൽ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതൊരു കോട്ടൺ വെച്ചിട്ടോ ഒരു ടിഷ്യൂ വെച്ചിട്ടോ വൈപ്പ് ചെയ്തെടുക്കുക. ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് വൈപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലിപ്പ് ചെറുതായിട്ടൊന്ന് ലൈറ്റൻ ആയിട്ടുണ്ട്, ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് പാക്കാണ്. പാക്കിന് വേണ്ടിയിട്ട് ടെർമറിക് എടുക്കുക, കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക, കൂടാതെ കുറച്ച് ലൈമും കൂടി സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിക്കുക. ഇതൊരു പാക്കായിട്ട് വേണം നമ്മുടെ ലിപ്പിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഈ ഒരു പാക്ക് ഡെയിലി വൈസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും ഉണ്ടാവും ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ബോയ്സിനും അങ്ങനെ ഡാർക്ക് ലിപ്സ് റെഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. ഇത് 20 മിനിറ്റ്സ് നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ലിപ്പിലെ ഡാർക്ക്നെസ് ഒക്കെ മാറി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു പിങ്ക് ഷെയ്ഡായിട്ട് ഇത് കാണാൻ പറ്റും. വീക്കിലി 1 or 2 ടൈംസ് ഈ ഒരു സ്ക്രബും പിന്നെ ഡെയിലി ഈ ഒരു പാക്കും കൂടെ അപ്ലൈ ആണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലിപ്പ് ഒന്ന് ലൈറ്റൻ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. ലിപ്പ് ഒന്ന് റിലാക്സ് ആവാനും പോഴ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ആവാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകാനും ഒക്കെ ഈ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിൽ ആൻഡ് ടൊമാറ്റോ ആണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മോയ്സ്ചറൈസർ ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ലിപ്പ് ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സുകാർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഡ്രൈ ലിപ്സ് ഉള്ളവരാണെങ്കിൽ ഡെയിലി ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്നും കൂടെ വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.